നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നല്ല അധികം മൂക്കാത്ത കോവയ്ക്കയാണ് കേട്ടോ വേണ്ടത്. അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് വട്ടത്തിലാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ ഇത് പിന്നെ എന്താണ് പറ്റ കുഴഞ്ഞു പോകും കേട്ടോ. നമുക്കൊരു ക്രിസ്പി ആയിട്ടാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പുപൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തതിന് ശേഷം കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കോവയ്ക്കയിലേക്ക് ഒന്ന് തിരുമ്മി മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു കറിവേപ്പില ഇട്ട് നല്ല വെളിച്ചെണ്ണയിൽ ഇതുപോലെ പരത്തിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. പിന്നെ നമുക്കിങ്ങനെ വട്ടത്തിൽ അരിയേണ്ട എങ്കിൽ നീളത്തിൽ കനം കുറച്ചൊന്ന് അരിഞ്ഞു കൊടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഫിഷ് ഫ്രൈ ഒക്കെ മാറി നിൽക്കുന്ന ഒരു കിഡിലൻ എന്താ പറയുക ഒരു ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ നമ്മളെ അറിയിക്കുക. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.